ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഈ കാത്തിരിപ്പെന്ന മഹാന്മാര് പറയണത്. അതെത്ര സത്യമല്ലേ മേരി? ആരെയാ ദാസപ്പച്ചേട്ടൻ കാത്തിരിക്കുന്നേ? അത് ഞാനറിയാതെ. സണ്ണി സാറ് ദുബായി പോണ ദിവസം കാത്തിരിക്കേ ഞാൻ. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. അതെന്തിനാ? ഓ, എന്റെ പേരിനെ എനിക്കൊന്ന് കാണാനാന്ന്. സണ്ണിച്ചായ ഞായറാഴ്ച തന്നെ പോവും, സംശയമൊന്നുമില്ല. സണ്ണിച്ചായൻ വെറും പാവാ. പാവെന്നല്ല, പാവാണെന്ന്. പാവയാണോ പറവയാണോ എന്ന് ഞാൻ കാണിച്ചു തരാടി. ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പം അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ആ ശരി ശരി, നിന്റെ ഒരു കാര്യം. ശരി ശരി, ഞാൻ വെക്കുവാ. എന്നും കാണുന്നല്ലേ, അതുപോലെ. എന്നും കാണുന്ന പോലെ കാണാനല്ല, വിശദമായിട്ടൊന്ന് കാണാൻ. നിലാവുള്ള രാത്രിയില് മേരിനെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യോ. നേരത്തെ മഴ കാത്തിരുന്ന വേഴാമ്പൽ എന്നല്ലേ പറഞ്ഞേ? മഴയത്ത് നിലാവ് കാണില്ല, പറഞ്ഞേക്കാം. അല്ല, മേരിക്ക് മുല്ലപ്പൂ അലർജി ഒന്നും അല്ലല്ലോ. ക്ലാരയെ സംശയിച്ചതിന് തന്നെ കുറ്റം പറയാൻ പറ്റില്ലടോ. ഇതുണ്ടോ, ഇത് മുഴുവൻ ക്ലാരയുടെ ചാറ്റിങ്ങിന്റെ ലിസ്റ്റാ. ഇതില് ഇവൻ ഗൾഫിലോട്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മെസ്സേജിനും അവനുണ്ടല്ലോ ജാക്ക്, ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞ് തമ്പിട്ടിട്ടുണ്ട്. സണ്ണി, നീ വിഷമിക്കണ്ടടാ. നീ തിരിച്ചു പോകുന്നെന്ന് നേരിട്ട് കാണാന്ന് പറഞ്ഞ് ക്ലാര ഒരാൾക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമ്പര് 9400418036. വേറെ കുറച്ച് മെസ്സേജും കൂടെ ഉണ്ട്. ഇതാരുടെ നമ്പറാണ്? സെർവർ ഡൗൺ ആയതുകൊണ്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റില്ല. അതുടനെ കിട്ടും. നോമിനിയെ മാറ്റാൻ എന്താണ് ഒരു വഴി? എന്തോന്ന്? എന്റെ അസറ്റുകളിലെല്ലാം നോമിനി അവളാണ്. അതൊന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ എന്താണ് ഒരു വഴി? അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. നിന്നെ കൊല്ലാനൊന്നും ക്ലാര പ്ലാൻ ചെയ്തില്ലല്ലോ. അതെ അതെ ഡോ, താൻ അവൻ ആദ്യം ആരാന്ന് കണ്ടുപിടിക്കും, ബാക്കിയൊക്കെ പിന്നാലെ. താനെന്തോ ഫോൺ എടുക്കാത്തത്? തായിരിക്കേ, ഞാൻ ഇരിക്കാമെന്നതല്ല, തന്റെ കൂട്ടുകാരനെ പേരില് അവന്മാര് എനിക്കിട്ടും പണത്. എന്ത് പണി? എന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു മോഷണം നടന്നേ. അവിടെ അമ്മര് കയറിയോ? കാശും എന്റെ കുറെ ഡോക്യുമെന്റ്സും കൊണ്ടുപോയി. ഇവിടെ അമ്മര് ഇന്നലെ ഇവിടെയും കയറി. എന്റെ ഭാര്യയുടെ താലിമാല ഉൾപ്പെടെ കൊണ്ടുപോയി. തന്നോടല്ലാതെ വിവരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ. നാണക്കേടായതുകൊണ്ട് സ്റ്റേഷനിലും അറിയിച്ചില്ല. എന്നിട്ട് തന്റെ വൈഫ് അവിടെ? ഒരു ഇടിവെട്ടും പേമാരി ഒരുമിച്ച് പെയ്തിട്ട് അകത്തുപോയി തളർന്ന് കിടപ്പുണ്ട്. എന്തുവാണ് ഇത്? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇത്രയും സാങ്കേതിക വിദ്യയും CCTV ഒക്കെ ഉണ്ടായിട്ട് ഇതുവരെ അവന്മാരെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ വേറെ വല്ല പണിക്കും പോടോ. താനത് പതുക്കെ പറഞ്ഞേ. ഈ പോലീസ് ജോലി വേണ്ട വേണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാ. ദേ, എന്റെ 7 പവന്റെ മാല പോയത്. അതെനിക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടണം, പറഞ്ഞേക്കാം. തന്നോട് ഇത്ര പക തോന്നാൻ താൻ എന്ത് ദ്രോഹോടോ അവർക്ക് ചെയ്തത്? താൻ നോക്കൂ, ഈ ആഴ്ച ഞാൻ അവരെ പൊക്കിയില്ലെങ്കിൽ എന്റെ തൊപ്പി ഞാൻ ഊരി വെക്കും. ഇക്കണക്കിന് പോയാലേ ഊരേണ്ടി വരില്ല, സാറുമാര് ഊരി മേടിച്ചോളും. താൻ എഴുന്നേറ്റേ. പരാതി എഴുതന്നോ? അല്ല, അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നറിയാം. എന്നാലും ഇതാണ് സിയുടെ ആത്മാർത്ഥ സുഹൃത്ത് സണ്ണിയുടെ വീട്. ഇത് അടുക്കള വഴി. ഇവിടെ ഒരു പട്ടിക്കൂടുണ്ട്. ഇതാ ഇവിടെ. അപ്പം നമുക്കേ ഈ വണ്ടി ഇടവഴിയിൽ എവിടെയെങ്കിലും ഒതുക്കേണ്ടി വരും. കാരണം ഈ വീട്ടിൽ CCTV ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരെ മാറ്റി നിർത്തേണ്ടി വരും. അപ്പം അടുത്തേരാ നമ്മുടെ ദുബായിക്കാരൻ സണ്ണി. എന്തായാലോ ആ പോക്സോ കേസിന്റെ കാര്യം? പിന്നെ താനൊക്കെ എന്തിനാടോ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇന്ന് 4 മണിക്ക് മുമ്പായി ആ റിപ്പോർട്ട് എന്നെ ടേബിളിൽ എത്തിയിരിക്കണം. പറഞ്ഞ കേട്ടല്ലോ. തന്റെ തൊപ്പി താൻ തന്നെ ഊരി തരുന്നോ അതോ തനിക്കെതിരെ നടപടിയെടുക്കാത്തതിന് മോളിൽ നിന്ന് എന്തുമാത്രം പ്രഷർ എനിക്കുണ്ടെന്ന് അറിയാവോ? ആ ADGP വിളിക്കാത്ത ദിവസങ്ങളില്ല. താൻ എൻ്റെ ഫാമിലി ഫ്രണ്ട് ആയിപ്പോയി.
അതൊരു സൗകര്യമായിട്ട് താൻ കാണരുത്. എൻ്റെ സാറേ, ഈ കള്ളന്മാർ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. സാറിനറിയാലോ, ഈ CCTV ഫുട്ടേജ് വെച്ചിട്ട് നമ്മൾ മിക്ക കേസുകളും തെളിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇവന്മാരിവിടെ ആ പഴുത് അടച്ചു കളഞ്ഞിരിക്കുകയെന്നേ. എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. എനിക്കൊരു ഒരാഴ്ച കൂടെ സാറതാ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അമ്മരെ പൊക്കും. മതി. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇന്നലെ തൻ്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണോ മോഷണം പോയത്? എന്തൊരു നാണക്കേടാണോ ഇത്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓർമ്മയുണ്ടല്ലോ, only 1 week. സാർ, താനെന്ത് കോപ്പിലെ പണിയാണോ കാണിച്ചത്? കോപ്പിലെ പണിയോ? ഞാനോ? ഇവിടെ എന്റെ വീട്ടിൽ മോഷണം നടന്ന കാര്യം ആരോടും പറയരുതെന്ന് തന്നോട് ഞാൻ പറഞ്ഞല്ലേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ആ കാര്യം കമ്മീഷണർ എങ്ങനെ അറിഞ്ഞ? തന്റെ വീട്ടിലെ മോഷണം കമ്മീഷണർ അറിഞ്ഞോ? എങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവും. കള്ളൻ കപ്പലിൽ തന്നെ കാണുമെന്നോ? ആ, തന്റെ ഭാര്യ. നിങ്ങൾ ഫാമിലി സുഹൃത്തുക്കളല്ലേ? ആ, ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് തന്നെ പോകും മോനെ. ആ അതെന്നാ വർത്താനം, 2 ദിവസം നിന്നിട്ട് പോയാൽ മതി രണ്ടുപേരും. അതുകൊണ്ട വീട് 2 ദിവസമായിട്ട് അടച്ചിട്ടേക്കാ. നാട്ടിലാണെ ഭയങ്കര കള്ളന്മാരുടെ ശല്യം. അപ്പൊ പോണം. ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും മോനെ. ശരിയെന്ന്. ശരി എന്നാ. ഓക്കെ. എന്റെ അമ്മേ, അപ്പനെ അമ്മേനും പറഞ്ഞപ്പോഴുള്ള തിടുക്കം കണ്ടില്ലേ? ആർക്കും ഒന്നും മനസ്സിലാകത്തില്ലെന്ന് അവളുടെ വിചാരം. കണിച്ചായ ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം എടുത്തിട്ടില്ലേ? കണ്ടില്ലേ, ഞാൻ പോകാൻ നോക്കിയിരിക്കുകയായിരുന്നു അവൾ കാമുകനെ വിളിക്കാൻ. എന്റെ മേരി, ഇന്ന് നമ്മുടെ ഹണിമൂണാ. അടുക്കള വാതിൽ കുറ്റിയിടല്ലേ? പറഞ്ഞതുപോലെ അടുക്കള വാല് തുറന്നിട്ടിട്ടുണ്ടല്ലോ. മേരി, എടീ ദേവലോക നർത്തകി, നിന്നെയും നിന്റെ ഇന്ദ്രനെയും ഞാനൊന്ന് താലകുരിക്കൂ കൂടി.
വാതിലിൽ കൂടെ വരുള്ളൂ. പട്ടിയെ തുറന്നു വിട്ടിട്ടില്ല. ഡാൻസും കളിച്ച് കാമുകനെ നോക്കിയിരിക്കുക. രണ്ടിനും ഞാൻ കൊന്നുകളയും. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞല്ലേ ചേച്ചി ഉറങ്ങിട്ട് വിളിക്കാന്ന്. ഞാൻ പറമ്പി നിന്നിട്ട് കൊതുകടി കൊണ്ട് എന്റെ പകുതി ചോര പോയി. പിന്നെ നിന്നാ കൊതുകടിച്ചെന്റെ ബാക്കി ചോരയും പോകും. പിന്നെ ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല. എന്തിനാ പറമ്പൊഴി വന്നേ? ആ ചെറിയ ഗേറ്റ് ഞാൻ പൂട്ടിയിട്ടില്ലായിരുന്നല്ലോ. നീ ഇങ്ങനെ മണ്ടത്തരം പറയില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നേരെ വഴി വരാൻ പാടില്ല. അതിന് വളഞ്ഞ വഴിയെ വന്നം. മുല്ലപ്പോക്കിണ്ട് നീങ്ങി വന്നേ. ആക്രമണം കാണിക്കല്ലേ? ഞാനീ ചേച്ചി ഉറങ്ങിയോ നോക്കിട്ട് വരാം. ഓ ഇതിനെന്തിനാ ചേച്ചി? നമ്മൾ രണ്ടുപേരും പോരെ? അവരറിഞ്ഞ എല്ലാം കഴിഞ്ഞു. എന്താ കാര്യം ഇവിടെ കയറിയിരിക്കെ, ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല ഞാൻ വരാം. ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് വരില്ലേ? പെട്ടെന്ന് വരാം. കഥ കളിക്ക്. ഇങ്ങോട്ട് വാ. എവിടെ കറങ്ങി നടക്കണത്? അത് ശരി, ചേച്ചി ഉറങ്ങിയാൻ നോക്കാൻ പോയിട്ട് അതിനിടയ്ക്ക് ഡ്രസ്സ് മാറിയ. എന്തായാലും ഇത് കൊള്ളാം. ഈ പിക്ചർ വണ്ണക്കുറവ് തോന്നുന്നുണ്ട്. ഇതെന്താണ് മുഖം മൂടി? ഇങ്ങോട്ട് വന്നേ. അയ്യോ മേരി, 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 ഇതിവിടെ നമ്മളെ പോയത്. ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ മുറിയിൽ ഇരുന്നാ മതിയെന്ന്. പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങോട്ട് നടക്ക്. ആ ചേച്ചിയുടെ തുള്ളൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവരെങ്ങനെ കണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാം. ദാസേട്ടാ, ഇത് എവിടെ പോയി? ഇങ്ങോട്ട് വാ ദാസേട്ടാ. ഞാനിവിടെ നീ ഇതെവിടെ പോയതാ? ഇതിനകത്ത് കേറി. ചേച്ചി ഉറങ്ങിയോന്ന് നോക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിന് ഒരു പ്രാവശ്യം പോയ പോലെ എപ്പോഴും പോണ. ആരാ എപ്പോഴും പോയത്? അത് പോട്ടെ. നീ പോയി ഡ്രസ് മാറിയ? ഡ്രസ് മാറിയോന്ന്? ചേട്ടൻ എന്തൊക്കെയാ പറയണേ? ഞാനാണ് ഡ്രസ് മാറിയത്, ചേട്ടനല്ലേ? ഞാനോ? ഡ്രസ് ഏതെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ അതില്ലേലും കുഴപ്പമില്ല. നീ വാ. അതല്ല, എപ്പോഴും ഇങ്ങോട്ട് കയറിയത്? ഓ, ഇനി അതൊന്നും പറഞ്ഞു കളയാൻ സമയമില്ല. നീങ്ങ വന്നേ. വാ. ചെയ്യാം. പൊന്നെ, സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്ന തിരുവോണം. അയ്യോ, ഞാനും നോക്കിയിട്ട് വരാം. കൊള്ളാലോ. അടുക്കള വെക്കേണ്ട പാത്രം അലമാരിക്കകത്ത്. വവ്വാലും കുടി തുടങ്ങി. സെറ്റപ്പാണല്ലോ. മിച്ചർ വരെ അടിച്ചു കുടിക്കുന്നു. പല്ല് കാണത്തില്ല. ബെഡ്റൂം എവിടെ ആയിരിക്കും? ഇരുട്ട്. ഇരുട്ട് നന്നായി ഇവിടെ കാര്യം. പിശാചിനെ ഉറക്കമില്ലേ? കടന്ന തുള്ള നട്ടഭ്രാന്ത പിടിച്ച പോലെ. വല്ല ഉറക്കവിളിയും വിലക്കി കൊടുക്കണം സാധനത്തിന്.
നിങ്ങളെന്തിനാ ഇങ്ങോട്ട് തള്ളിക്കറി വന്നേ? ഞാൻ സിഗ്നൽ തരുമായിരുന്നില്ലേ? ഉണ്ണിയുടെ സിഗ്നൽ എന്നിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഉഫ്, അതല്ല പിന്നെ ഞാൻ ചാരിയപ്പോ പൊട്ടണ പറഞ്ഞ. ആണോ? അതെ, ആ വേലക്കാരി പെണ്ണ് ഉറങ്ങിയിട്ടില്ല. അവൾ ഉറങ്ങിയില്ലെന്ന് മാത്രമല്ല എന്നെ പിടിച്ച് റൂമിൽ കയറ്റാനും നോക്കി. അവളുടെ മുറിയിൽ വേറെത്തിനൂടെ കയറിയിട്ടുണ്ട്. ആര്? ഈ വീട്ടിലെ വേലക്കാരനാണെന്നാ തോന്നുന്നത്. പിന്നെ ആ കള്ളൻ ചന്ദ്രൻ ഇതിനകത്ത് എവിടേക്കോ കറങ്ങി നടക്കുന്നുണ്ട്. അവനെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഇപ്പൊ എല്ലാം കൊളാവോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നൊന്നും ഒരു പിടിയില്ല. മോഷണവും അനാശാസ്യവും ആകെ അടിപൊളി. ഞാൻ ആ ചന്ദ്രനെ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിന്നാ മതി. ചെല്ല്. നീ ഇവിടെ ഇരുന്നോ. കൊച്ചേ, നീ പറഞ്ഞ നീ ഉറങ്ങിയ ഉറങ്ങിയാന്നാ കൂർക്കമ്പലി കേക്കണം. ഓടുന്നു. നമുക്ക് ഇങ്ങനെ അങ്ങ് പറഞ്ഞാലാ? അവനെ കാണുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരുന്നു. പെരിച്ചാഴിയാണോ? എന്തോന്ന് സാധനം ഇത്? ഇതെവിടെ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ദരിദ്രവാസി നീ ആയിരുന്നോ അവിടെ ജാരൻ? ഞാൻ ജാരനല്ല സാർ, ഉണ്ണി. ഉണ്ണിക്കട്ടാ, നടക്കടാ അങ്ങോട്ട്. ആരടാ ഇവനെവിടെ പോയി? മാതാവേ, സമയം എത്രയെന്നാ? ഈ ലൈറ്റൊക്കെ ഓഫാക്കി പോയി കിടന്നൂടെ? എന്തിന് എന്നെ ശല്യപ്പെടുത്തുന്നേ? ആരടാ നീ? ഒരു വഴിപോക്കനാ. നിന്നെ കണ്ട ഒരു പിച്ചക്കാരന്റെ ലക്ഷണമാണല്ലോ. നീ എങ്ങനെ ഇതിനകത്ത് കയറി? എന്റെ ദൈവമേ, ഇവൾ ഇത്രക്ക് ചീപ്പായി പോയല്ലോ. ആര് അയാള് തോക്കുമോട്ടിക്കുന്ന കള്ളനായിരിക്കുമോ? അതായിരിക്കും ബെഡ്റൂം. അങ്ങോട്ട് പോ. സാറേ, എന്റെ അരങ്ങേറ്റോ സാറേ. കിട്ടുന്ന പ്രൈസ് 50-50 പ്ലീസ് സാർ. എന്ത് കാര്യത്തിന്? അല്ല പോണെന്തിനാ ഞാൻ? അല്ല ഞാൻ പറയട്ടെ, ഒരു 2 മിനിറ്റ്. തള്ളല്ലേ. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ അമ്മാരോട് ഉണ്ടാവും. വാ മേരി, വാതിൽ തുറക്ക്. ഒരു 2 മിനിറ്റ് ഒന്ന് വാതിൽ തുറക്ക്. മേരി, മേരി. അയ്യോ, പോലീസാ? വേണ്ട, ബാക്കിലെ ഡോർ വഴി നോക്കാം. വാ. വീട്ടിൽ എവിടെന്നാ വന്നേന്ന് ഞാൻ നീ എന്താ അവിടെ? എന്നാ നിന്റെ പുറകെ ഇരിക്കുന്നത്? അല്ല, ഇത് മുല്ലപ്പൂ. നീ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് എങ്ങോട്ടാ പോണേ? അല്ല, മുല്ലപ്പൂ കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ല. മുല്ലപ്പൂവൊക്കെ ആയിട്ട് നീ എന്നാ മണിയറിലേക്ക് പോവാണോ? പോ സാറേ. മണിയറിലേക്ക് പോവാണോ? ചോദിച്ച കേട്ടില്ലടാ. ഇതെന്താണെന്ന് നിനക്കറിയാവോ? ഇതാണ് വെടിവെക്കണ സാധനം. സാറിനോട് പൊറുക്കണം. ഞാൻ വെക്കട്ടെ. ഞാനൊരു ചെറിയ പൊട്ടിക്കലിന് വന്ന സാറ് വലിയ പൊട്ടിക്കല്ലേ. അയ്യോ സാറേ, ഞാൻ പറയട്ടെ സാറേ. എന്നാ പറയാൻ? സാറ് ഞാൻ പറയട്ടെ. ഞാൻ ഈ മേരിയായിട്ട് ചെറിയ രാവിലത്തെ കടല
തോക്ക് മാറ്റി സാറേ. എന്തിനാ? സാറേ, തോക്ക് ഇങ്ങോട്ട് മാറി നിക്കടാ. മാറി നിന്നല്ലോ. എല്ലാരും വന്നേ. ചേച്ചിയാ. സണിച്ചാൻ പോയില്ലേ? ഇങ്ങോട്ട് മാറി നിക്കടാ. ആഹാ. അപ്പൊ മോഷണമായിരുന്ന പരിപാടിയല്ലേ? ഞാൻ വെറുതെ ഇവളെ സംശയിച്ചു. ആ, നമസ്കാരം സാറേ. എല്ലാരും ഉണ്ടല്ലോ. ആ നമസ്കാരം. ഉണ്ണിക്കട്ടാ നോക്കട്ടെ. ഫുൾ സെറ്റപ്പ് ആണല്ലോ. ആ മാസ്ക് ഒന്ന് മാറ്റുമോ? മുഖം ഒന്ന് കാണാനുള്ള കൊതിയുണ്ടാ? നീ ഉണ്ടായിരുന്നു പറഞ്ഞോട്ടെ. ഞാനേ ഇവരെ പോളതെ വന്നേ സാറേ, സത്യം. ഇതെന്താണ് തോക്കൊക്കെ ആയിട്ട്? അത് പിന്നെ വെറുതെ തിരിച്ചു പോയില്ലേ? ടിക്കറ്റ് ശരിയായില്ലല്ലോ. എല്ലാരും കൂടി ജീപ്പ് കയറ്റി. നീ ഉണ്ണി സാറിന് എടുക്കണോ? നടക്ക്. ശരി എന്നാ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. സണ്ണി